2024 സ്വർണ്ണത്തിലെ നിക്ഷേപത്തിലൂടെ എത്ര ശതമാനം ലാഭമാണ് നിക്ഷേപകർക്ക് ലഭിച്ചത്? സ്വർണ്ണത്തിലെ നിക്ഷേപം ലാഭമായിരുന്നോ അതോ നഷ്ടമായിരുന്നോ? ലാഭം മുൻവർഷത്തേക്കാൾ, അതായത് 2023 കുറവായിരുന്നോ അതോ കൂടുതലായിരുന്നോ? വീഡിയോ കാണുക. ഡ്രീം സ്റ്റേറ്റിലേക്ക് സ്വാഗതം. 2024 സ്വർണത്തിന്റെ വിലയിൽ വലിയ തോതിലുള്ള ചാഞ്ചാട്ടം പ്രകടമായിരുന്നു. ഒരു ദിവസം വില കുത്തനെ കയറുക, 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ വില താഴേക്ക് വരിക, വീണ്ടും വില വർദ്ധിക്കുക. ഈ ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടമായിരുന്നു 2024 സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായത്. ഇക്കഴിഞ്ഞ വർഷം, അതായത് 2024 സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് എത്ര ശതമാനം ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? സ്വർണത്തിലെ നിക്ഷേപത്തിലൂടെ അവർക്ക് എത്ര ശതമാനം നേട്ടം കൊയ്യാനായി എന്ന് നമുക്ക് പരിശോധിക്കാം. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് 2024 ഒരു നല്ല വർഷമല്ല. കാരണം സ്വർണത്തിന്റെ വിലയിൽ അടിക്കടി ഉണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും ഒക്കെ എപ്പോഴാണ് സ്വർണം വാങ്ങാൻ നല്ലതെന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പം സ്വർണം വാങ്ങുന്നവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം മുതലെടുക്കാൻ ശ്രമിച്ച ഒട്ടേറെ നിക്ഷേപകർ നമുക്കിടയിലുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തുന്നവർ ഒരിക്കലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിട്ടല്ല അതിൽ നിക്ഷേപം നടത്തുന്നത്. മറിച്ച് ഗോൾഡ് കോയിൻ, ഗോൾഡ് ബാർ അഥവാ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ, ഗോൾഡ് ETF, ഡിജിറ്റൽ ഗോൾഡ്, ഗോൾഡ് ബോണ്ടുകൾ തുടങ്ങിയവയൊക്കെ വാങ്ങിയിട്ടാണ് സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തുന്നത്. സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഓപ്ഷനുകളുണ്ട്, വ്യത്യസ്ത അവസരങ്ങളുണ്ട്, വ്യത്യസ്ത രീതികളിൽ സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്താൻ അവർക്ക് സാധിക്കും. ജ്വല്ലറിയിൽ പോയിട്ട് സ്വർണ്ണം വാങ്ങി നിക്ഷേപം നടത്തുന്നവരുമുണ്ട്. അവർ പൊതുവെ 22 കാരറ്റിലോ 24 കാരറ്റിലോ ഉള്ള ഗോൾഡ് കോയിനുകൾ, ഗോൾഡ് ബാറുകൾ അഥവാ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എന്നിവയൊക്കെ വാങ്ങിയിട്ടാണ് സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തുന്നത്. സ്വർണ്ണത്തിലെ നിക്ഷേപം എത്ര ശതമാനം നേട്ടം നൽകി, അല്ലെങ്കിൽ സ്വർണ്ണത്തിലെ നിക്ഷേപത്തിലൂടെ എത്ര തുകയുടെ ലാഭം കൊയ്യാനായി എന്നറിയുന്നതിന് നമുക്ക് ഏറ്റവും ശുദ്ധമായ സ്വർണത്തിൻ്റെ വില തന്നെ അടിസ്ഥാനമാക്കി പരിശോധിക്കാം. ഏറ്റവും ശുദ്ധമായ സ്വർണം എന്ന് പറയുന്നത് 24 കാരറ്റിലുള്ള സ്വർണ്ണമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ 24 കാരറ്റിലെ സ്വർണ്ണം ഉപയോഗിച്ച് ഒരിക്കലും ആഭരണങ്ങൾ നിർമ്മിക്കാറില്ല. പകരം 24 കാരറ്റിലെ സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് ഗോൾഡ് കോയിനുകളും ഗോൾഡ് ബാറുകളും ഒക്കെ നിർമ്മിക്കുന്നത്. അതിനാൽ 24 കാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ വർഷം സ്വർണ്ണത്തിലെ നിക്ഷേപകർ എത്ര ശതമാനം നേട്ടമുണ്ടാക്കി എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷം സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തിയതിലൂടെ എത്ര ശതമാനം നേട്ടം നിക്ഷേപകർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താരതമ്യ പഠനം മാത്രമാണിത്. സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമല്ല. ഇതിലെ കണക്കുകൾ അടിസ്ഥാനമാക്കി ഒരിക്കലും നിങ്ങൾ സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തരുത്. സ്വർണ്ണവിലയെ അടിസ്ഥാനമാക്കി ഒരു താരതമ്യ പഠനം നടത്തുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ചെയ്തിട്ടുള്ളത്. ഇനി സ്വർണ്ണത്തിലെ നിക്ഷേപത്തിലൂടെ കഴിഞ്ഞ വർഷം, അതായത് 2024 നിക്ഷേപകർക്ക് എത്ര ശതമാനം ലാഭം നേടാനായി, എത്രത്തോളം ലാഭം അവർക്ക് കൊയ്യാനായി എന്നത് നമുക്ക് പരിശോധിക്കാം. 2023 സ്വർണ്ണത്തിലെ നിക്ഷേപത്തിലൂടെ നിക്ഷേപകർക്ക് വെറും 15% നേട്ടം മാത്രമാണ് ലഭിച്ചത്. അതായത് 2023 സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് വെറും 15% ലാഭം മാത്രമാണ് അതിലൂടെ നേടാനായത്. എന്നാൽ 2024 കഥയാകെ മാറി മറിയുകയായിരുന്നു. സ്വർണ്ണത്തിന്റെ വിലയിൽ വലിയൊരു കുതിപ്പാണ് അനുഭവപ്പെട്ടത്. സ്വർണ്ണത്തിന്റെ വിലയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി എന്ന് നമുക്ക് പറയാം. സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക. 2024 ജനുവരി 1 24 കാരറ്റിന്റെ 1 ഗ്രാം സ്വർണത്തിന് 6397 രൂപയായിരുന്നു വില. 2025 ജനുവരി 1 അതിൻ്റെ വില 7800 രൂപയായി ഉയർന്നു. അതായത് 24 കാരറ്റിലെ 1 ഗ്രാം സ്വർണത്തിന് 2024 ലഭിച്ച ലാഭം 1403 രൂപയുടേതാണ്. കൃത്യമായി പറഞ്ഞാൽ 21.93% ലാഭമാണ് കഴിഞ്ഞ വർഷം സ്വർണം നിക്ഷേപകർക്ക് നൽകിയത്. അതായത് 22% ലാഭം. 2024 ജനുവരി 1 24 കാരറ്റിൻ്റെ 1 ഗ്രാം സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് ഒരു വർഷം കൊണ്ട് 1403 രൂപയുടെയും 10 ഗ്രാമിൽ നിക്ഷേപം നടത്തിയവർക്ക് 14,030 രൂപയുടെയും 100 ഗ്രാമിൽ നിക്ഷേപം നടത്തിയവർക്ക് 1,40,300 രൂപയുടെയും ലാഭമാണ് ഉണ്ടായത്. ഇതേ കാലയളവിൽ 22 കാരറ്റ് സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തിയവർക്കും ഈ ഒരു നേട്ടം ലഭിച്ചിട്ടുണ്ട്. അതായത് 22% ലാഭം അവർക്ക് സ്വർണ്ണത്തിലെ നിക്ഷേപത്തിൽ നിന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 22 കാരറ്റിലെ ഗോൾഡ് കോയിനോ ഗോൾഡ് ബാറോ ഒക്കെ വാങ്ങി നിക്ഷേപം നടത്തിയിട്ടുള്ളവർക്കാണ് ഇത്തരമൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2024 ജനുവരി 1 മുതൽ 2025 ജനുവരി വരെയുള്ള കാലയളവിൽ സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പരിശോധിച്ചത്. ഇനി നമുക്ക് ഇന്ന് മുതൽ, അതായത് 2025 ഫെബ്രുവരി 18 മുതൽ ഒരു വർഷം മുൻപ് വരെയുള്ള സ്വർണ്ണത്തിലെ നിക്ഷേപത്തിന് എത്രത്തോളം ലാഭം കിട്ടിയിട്ടുണ്ട്, എത്ര ശതമാനം ലാഭം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇന്നേക്ക് ഒരു വർഷം മുൻപ്, അതായത് 2024 ഫെബ്രുവരി 19 24 കാരറ്റിലെ 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില 6267 രൂപയായിരുന്നു. ഇന്ന്, അതായത് 2025 ഫെബ്രുവരി 18 24 കാരറ്റിലെ 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില 8695 രൂപയാണ്.
അതിനാൽ 24 കാരറ്റിലെ 1 ഗ്രാം സ്വർണത്തിന്റെ വിലയിൽ ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായ വർധനവ് 2428 രൂപയുടേതാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു വർഷ കാലയളവ് എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 19 മുതൽ 2025 ഫെബ്രുവരി 18 വരെയാണ്. ഈ ഒരു കാലയളവിൽ 24 കാരറ്റിലെ 1 ഗ്രാം സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായ വർധനവ് 2428 രൂപയുടേതാണ്. അതായത് 38.74% ലാഭമാണ് 2024 ഫെബ്രുവരി മുതൽ ഇന്നേ ദിവസം വരെ സ്വർണത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 39% ലാഭമാണ് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണം നിക്ഷേപകർക്ക് നൽകിയത്. ഈ ഒരു കാലയളവിൽ 24 കാരറ്റിലെ 1 ഗ്രാം സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് 2428 രൂപയുടെയും 10 ഗ്രാമിൽ നിക്ഷേപം നടത്തിയവർക്ക് 24,280 രൂപയുടെയും 100 ഗ്രാമിൽ നിക്ഷേപം നടത്തിയവർക്ക് 2,42,800 രൂപയുടെയും ലാഭമാണ് ലഭിച്ചത്. ശരിക്കും വളരെ അത്ഭുതകരമായൊരു റിട്ടേൺ ആണ്, ഒരു വരുമാനമാണ് സ്വർണത്തിലെ നിക്ഷേപകർക്ക് കഴിഞ്ഞ വർഷം ഈ ഒരു കാലയളവിൽ ലഭിച്ചിരിക്കുന്നത്. സ്വർണത്തിൽ നിന്നല്ലാതെ ഏതുതരം നിക്ഷേപത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു വർഷം 38% ലാഭം പ്രതീക്ഷിക്കാനാകുന്നത്. 2024-25 കാലയളവിൽ സ്വർണത്തിന്റെ വിലയിലുണ്ടായ വൻ വർധനവാണ്, വൻ കുതിപ്പാണ് സ്വർണത്തിലെ നിക്ഷേപകർക്ക് ഈ ഒരു നേട്ടം ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു കാലയളവിൽ മറ്റുള്ള പരമ്പരാഗത നിക്ഷേപ മാർഗങ്ങളെ ഒക്കെ തന്നെ സ്വർണം കടത്തിവെട്ടി അഥവാ പരാജയപ്പെടുത്തി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. 2024-25 കാലയളവിൽ സ്വർണത്തിലെ നിക്ഷേപത്തിലൂടെ ഇത്തരത്തിൽ അത്ഭുതകരമായ ഒരു വരുമാനം നിക്ഷേപകർക്ക് നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ഇത് എല്ലാ വർഷവും തുടരണമെന്നില്ല. എല്ലാ വർഷവും ഈ ഒരു തരത്തിലല്ല സ്വർണത്തിന്റെ വിലയിൽ വർധന ഉണ്ടാകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2023 സ്വർണത്തിലെ നിക്ഷേപത്തിലൂടെ നിക്ഷേപകർക്ക് ലഭിച്ചത് വെറും 15% നേട്ടം മാത്രമാണ്. വെറും 15% ലാഭം മാത്രമാണ് സ്വർണത്തിലെ നിക്ഷേപകർക്ക് ലഭിച്ചത്. അതിനാൽ ഈ ഒരു താരതമ്യ പഠനം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്വർണത്തിൽ നിക്ഷേപം നടത്തരുത്. സ്വർണത്തിലെ നിക്ഷേപവും വളരെയേറെ റിസ്ക് ഉള്ളതാണ്. കാരണം സ്വർണ്ണവിലയിലും വലിയ തോതിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. 2024 സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു നേട്ടം നിക്ഷേപകർക്ക് ലഭിച്ചത്. അത് എപ്പോഴും ഇതേ രീതിയിൽ തന്നെ തുടർന്നു പോകില്ല എന്നർത്ഥം. അതിനാൽ സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സേവനം തേടുന്നതാണ് എപ്പോഴും നല്ലത്. സ്വർണത്തിലെ നിക്ഷേപത്തിലൂടെ നിക്ഷേപകർക്ക് എത്രത്തോളം നേട്ടം കൊയ്യാനായി, എത്രത്തോളം ലാഭം ഉണ്ടാക്കാനായി എന്നതിനെക്കുറിച്ചുള്ള ഒരു താരതമ്യ പഠനമാണ് ഈ വീഡിയോയിലൂടെ നടത്തിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.